40 വൻപാപം പൊറുക്കണോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ മയ്യത്ത് വീട്ടിലേക്ക് കടന്നു പോകണം, മരിച്ച വീട്ടിലേക്ക് നിങ്ങൾ കടന്നു പോകണം പെങ്ങള്. ഈ നന്ദാവരയിൽ ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ മരണ വീട്ടിലേക്ക് നീ കടന്നു പോകണം. എന്നിട്ടല്ലാ ആ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വേണ്ടി എടുത്തങ്ങോട്ട് കടത്തുന്ന സമയമുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മയ്യത്ത് കുളിപ്പിക്കണമടാ. എടാ പൊന്നുമോനെ, മയ്യത്ത് കുളിപ്പിക്കട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ പ്രതിഫലമാ, മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ പ്രതിഫലമാ. ഏതെങ്കിലും ഒരു മനുഷ്യന് മയ്യത്ത് കുളിപ്പിക്കുകയാണ്, ആരാകട്ടെ, വാപ്പയാകട്ടെ, നിന്റെ കൂടപ്പറപ്പാകട്ടെ, നിന്റെ കുടുംബക്കാരനാകട്ടെ, നാട്ടുകാരനാകട്ടെ, നിനക്ക് പരിചയമില്ലാത്ത ഒരു മനുഷ്യനാകട്ടെ, മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് പടച്ചറപ്പ് തരുന്ന പ്രതിഫലമാണ്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരികയാ, ഏതെങ്കിലും ഒരു മനുഷ്യന് മയ്യത്ത് കുളിപ്പിച്ചിട്ട് ആ മയ്യത്തിന്റെ ന്യൂനത പറയല്ലേ. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഇനിയെങ്കിലും പഠിച്ചു വെച്ചോ, മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്തിന്റെ പല ന്യൂനതകളും നിനക്ക് കാണാ. കാരണം ചലനമറ്റ് കിടക്കുന്ന ശരീരമാ, അദ്ദേഹത്തിന്റെ പലതും നിനക്ക് കാണാൻ പറ്റുന്ന സമയമാണ്. ചിലരൊക്കെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് വന്ന് പറയുമല്ലോ, പടച്ചവനെ വല്ലാതെ മലമൂത്ര വിസർജനം നടത്തിയിരുന്നെന്ന്, അവന്റെ ശരീരത്തിൽ ഇന്ന അടയാളമുണ്ട്, ഇങ്ങനെയൊക്കെയായിരുന്നു എന്ന് പുറത്തു പറയുന്നവരുണ്ടല്ലോ. പറയല്ലേ വാപ്പാ, പറയല്ലേ പെങ്ങള്, അത് രഹസ്യമായി വെക്കേണ്ട കാര്യമാ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് മയ്യത്ത് കുളിപ്പിച്ചു, അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് മയ്യത്ത് കുളിപ്പിച്ചു, എന്നിട്ട് ആ മയ്യത്തിന്റെ ശരീരത്ത് കണ്ട ന്യൂനതകളുണ്ടല്ലോ, പറയാതെ മറച്ചു വെച്ചാ അവന്റെ 40 പാവങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, പഠിക്കണേ ചെറുപ്പക്കാരാ, പഠിക്കണ പൊന്നുമോന്. ആവശ്യമില്ലാത്തത് മുഴുവനും പഠിച്ചു വെക്കാൻ വല്ലാത്ത കഷ്ടപ്പാടാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇൻഷാ അല്ലാഹ് ഉറൂസൊക്കെ കഴിഞ്ഞാൽ പടച്ചവനെ നിങ്ങളുടെ ജമാഅത്തിന്റെ കീഴില് എന്നെങ്കിലും ഒരു ദിവസം പടച്ചവനെ മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരു ക്ലാസ് നടത്തുമല്ലോ. അന്ന് പോയിരുന്ന് പഠിക്കട്. എങ്ങനെയാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് മയ്യത്ത് പൊതിയേണ്ടത്, ഇതിനെക്കുറിച്ച് പഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാ. പെങ്ങളെ മറന്നു പോകരുത്, നിന്റെ ഉമ്മാനെ കുളിപ്പിക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ. എന്റെ പെമ്മക്കളോട് പറയുകയാ, മക്കളെ 9 മാസക്കാലം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദനയും നന്ദ പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട പെറ്റുമ്മ, ആ ഉമ്മ മരിച്ചിട്ട് ഉമ്മാടെ മയ്യത്ത് കുളിപ്പിക്കാൻ എടുത്തു വെക്കുമ്പോ നാട്ടുകാരെ വിളിക്കേണ്ട ഒരു ഗതികേട് വരരുത്, നാട്ടുകാരെ വിളിപ്പിക്കേണ്ട ഒരു ഗതികേട് വരരുത്, അറിയില്ലെന്ന് പറഞ്ഞു മാറി നിൽക്കേണ്ട ഒരവസ്ഥ വരരുത്. എന്റെ ഉമ്മ എന്നെ ഒരുപാട് കുളിപ്പിച്ചതാണല്ലോ, എന്റെ വാപ്പ എന്നെ ഒരുപാട് ചുമന്നുകൊണ്ട് നടന്നതാണല്ലോ. നന്ദാവരയിലെ ചെറുപ്പക്കാരാ, സിറാജ് സ്നേഹം കൊണ്ട് പറയുകയാ, മോര് നിന്റെ വാപ്പയ്ക്ക് നിന്റെ വാപ്പയുടെ ജനാസ കുളിപ്പിക്കാൻ അറിയില്ലായിരുന്നു. നിനക്കാഗതി വരരുത്, നിനക്കാഗതി വരരുത്. നിന്റെ ഉപ്പാടെ മയ്യത്ത് വീടിന്റെ സൈഡിൽ മറത്തിക്കിടത്തുമ്പോ ഉപ്പാടെ ചാരത്ത് പോയിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകി വീഴുന്ന കണ്ണുനീരിൽ കുളിപ്പിക്കണമടാ ചെറുപ്പക്കാരാ. കാരണം മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ശരീരമുണ്ടല്ലോ, അതിനകത്ത് ഒരു തുള്ളി വെള്ളം വീഴാ വല്ലാത്ത വേദനയാ മോര്. മയ്യത്ത് കുളിപ്പിക്കുന്നവരോട് പറയുകയാണ്, അറിയാത്തവരെ കുളിപ്പിക്കരുത്,
അറിയാത്തവരെ കുളിപ്പിക്കരുത്. സാധാരണ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ പോലെയല്ല. പടച്ചവനെ ക്രൂരത കാണിക്കുന്നവരുണ്ട്, ആ മയ്യത്തിനോട് കരുണ കാണിക്കാത്തവരുണ്ട്. ആ ശരീരത്തിന് വല്ലാത്ത വേദനയാ. അതുകൊണ്ടാണ് വെള്ളമൊഴിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ഉയർത്തി പിടിച്ചിട്ട് ഒഴിക്കല്ലേ, ശരീരത്തിനോട് ചേർത്ത് വെച്ചൊഴിക്കാൻ പറഞ്ഞത്. ആ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് താഴെ ഒഴിച്ചാൽ അവരുടെ ശരീരം വേദനിക്കുന്നത് കാരണമാണ്. ചെറുപ്പക്കാരാ, പൊന്നുമോനെ, ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ഉപ്പാടെ തലയെടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട്, മോനെ ഉപ്പാടെ തലയിൽ നിന്റെ കൈ കൊണ്ട് തടകണ്ടേടാ, ഉപ്പയുടെ മുഖമൊക്കെ ഇങ്ങനെ കഴുകി കൊടുക്കണ്ടേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഉമ്മ ഒരുപാട് കുളിപ്പിച്ചതല്ലേ, ഒരുപാട് നിന്നെ ഒരുക്കിയതല്ലേ, ഒരുപാട് നിന്നെ കൊണ്ട് നടന്നതല്ലേ. ആ പ്രിയപ്പെട്ട മാതാവിന്റെ മയ്യത്തെങ്കിലും കുളിപ്പിക്കാൻ പഠിക്കണം പെണ്ണ്. അല്ലാതെ വാട്സപ്പിലും യൂട്യൂബിലും കയറിയിരുന്നിട്ടുള്ള കളിയല്ല. ആവശ്യമില്ലാത്ത കളികൾ മുഴുവനും പഠിക്കുമല്ലോ. ചെറുപ്പക്കാരാ, കൂട്ടുകാര് 4 പേര് ഒരുമിച്ചിരുന്നിട്ട് ഗെയിം കളിക്കുന്ന കാലമല്ലേ. എന്തു പറ്റിയടാ പൊന്നുമോനെ, എന്തു പറ്റിയടാ പൊന്നുമോനെ, നീ ഇങ്ങനെ ആകണ്ടവനല്ലല്ലോ, നീ ഇങ്ങനെ ആകണ്ടവനല്ലല്ലോ. നിന്റെ കോലവും നിന്റെ രൂപവും കണ്ടാ സങ്കടം തോന്നുകയാ ചെറുപ്പക്കാരാ. പലരും വന്ന് കൈപിടിക്കുമ്പോ അവന്റെ മുടി കാണുമ്പോ മോനെ ഇത് വെട്ടണമെന്ന് പറയാൻ തോന്നുന്നൊരവസ്ഥയാ. അതുകൊണ്ട് എന്റെ ചങ്ങാതിമാരോട് പറയുകയാ, ഈ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയുമോ? എടാ, സ്നേഹിക്കുന്നത് സ്വർഗത്തിൽ പോകാനാ ചെറുപ്പക്കാരാ, അല്ലാതെ വയത് കിട്ടാനല്ല, ആള് കൂടാനല്ല. ആള് കൂടിയാലും കൂടിയില്ലെങ്കിലും ഒന്നുമില്ലല്ലോ മോനെ. ഇതുകൊണ്ട് നാളെ റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടണമല്ലോ. ഇവിടെ വന്ന് കിടന്ന് 2 മണിക്കൂർ നിലവിളിക്കുന്നത് കൊണ്ട് ആയുസല്ലേടാ പോകുന്നത്, ഈ ശബ്ദമല്ലേ പോകുന്നത്, നരമ്പ് തേഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ടും എന്തേ പറയുന്നതെന്നറിയോ? എനിക്ക് നന്നാകാൻ പറ്റുമല്ലോ. 2 മണിക്കൂർ മൈക്കിന്റെ മുന്നിൽ കിടന്ന് നിലവിളിക്കുമ്പോ ഈ പറയുന്നത് എന്റെ ജീവിതത്തിൽ ചെയ്യാൻ എനിക്കൊന്ന് തോന്നുമല്ലോ. എവിടെ നിന്നൊക്കെയോ ഒരുപാട് ദൂരം സഞ്ചരിച്ച് കടന്നു വരുന്ന ചെറുപ്പക്കാരാ, ഈ പറയുന്നതിൽ ഏതെങ്കിലും നീ ഒരെണ്ണം ചെയ്താ എന്റെ പ്രസംഗത്തിൽ നിന്ന് ഈ 2 മണിക്കൂർ ഇവിടെ കിടന്ന് നിലവിളിക്കുമ്പോ 500-600 കിലോമീറ്റർ ഓടി ഇവിടെ വന്നിട്ട് ഈ വയത് പറയുന്നത് പൈസ കിട്ടാനാണെന്ന് നീ കരുതിയോടാ? ഇല്ലടാ ചെറുപ്പക്കാരാ, ഇല്ലടാ പൊന്നുമോനെ. നിങ്ങൾ ആരെങ്കിലും എന്റെ വയത് കേട്ടിട്ട് ഒരു നന്മ ചെയ്താ നീയും ഞാനും രക്ഷപ്പെട്ടു പോയടാ പൊന്നുമോനെ. നമുക്ക് 2 പേർക്കും രക്ഷപ്പെടണമടാ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, മക്കളെ നന്നാകടാ, നന്നാകാം പൊന്നുമക്കള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കൂ. നീ ചെറുതെന്ന് പറയുന്ന തള്ളിക്കളയുന്ന പാപമുണ്ടല്ലോ, നീ നിസാരമായി ചെയ്യുന്ന പാപമുണ്ടല്ലോ, അത് നിനക്ക് നാശമാടാ. എന്റെ പെങ്ങള്, റസൂലുള്ളാഹി തങ്ങളാണ് പറഞ്ഞത്, ആയിഷ, വലിയ പാപങ്ങളെ നിനക്ക് പേടിയാ, ചെയ്യാതിരിക്കാമല്ലാത്ത സൂക്ഷ്മതയാ. പക്ഷേ ചെറിയ പാപങ്ങളുണ്ടല്ലോ, അത് നീ ചെയ്തു കൂട്ടരുത്, നിസാരമായി കാണരുത്. നിന്റെ കണ്ണിലത് ഇബ്ലീസ് ചെറുതാക്കി കാണിക്കുകയാണ്. അങ്ങനെ ചെയ്ത് ചെയ്ത് നീ നരകത്തിന്റെ അവകാശിയാ. അല്ലാഹുവേ, ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ കാക്കണേ അല്ലാ.